ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇഞ്ചിപ്പുളിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇത് വളരെയേറെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. വളരെ സ്പെഷ്യലാണ്. നമ്മൾ സാധാരണ ഓണത്തിനൊക്കെയാണ് ഈ ഒരു ഇഞ്ചിപ്പുളിയൊക്കെ തയ്യാറാക്കാറ്. അപ്പോൾ നമുക്ക് സാധാരണ തൊട്ടുകറിയിൽ മെയിനായിട്ട് വരുന്നൊരു സംഭവം കേട്ടോ ഈ ഇഞ്ചിക്കറി. അപ്പോൾ നല്ല കുറുക്കിയെടുത്ത ഇഞ്ചിക്കറിയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല കറുപ്പ് കളറിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കിയാലോ. ഞാനിവിടെ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും ചെയ്യുന്നില്ല. ഒരു 150 തൊട്ടിട്ട് 200 ഗ്രാം വരെ ഇഞ്ചിയുടെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ചെയ്യുന്നതിൻ്റെ അളവാണ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി കൊണ്ടുവരാം. ഞാൻ ഇഞ്ചിയുടെ പുറത്തുള്ള തൊലിയെല്ലാം കളഞ്ഞ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈ ഒരു അളവിനാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ നാടൻ ഇഞ്ചി ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമുക്കത് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഞാൻ ഇവിടെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ 1-2 പീസായിട്ട് നുറുക്കിയിട്ടിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. ഒരേ അളവിൽ തന്നെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കുന്നത്. മിക്സിയുടെ ചെറിയ ബൗളിൽ 2 ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരേ അളവിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 6 ചുവന്നുള്ളിയാണ് വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 6 പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരു 6 പച്ചമുളക് വേണം. അതുപോലെ ഒരു തേങ്ങയുടെ പകുതി മുറിയുടെ അതിൻ്റെ പകുതി മതി കേട്ടോ. ഒരുപാട് തേങ്ങ നമുക്ക് വേണ്ട. അതിൻ്റെ കറുപ്പെല്ലാം കളഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണ്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി വേണം നമുക്കിതിന്. നമ്മൾ നേരത്തെ പൊടിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയാണിത്. അപ്പോൾ ഇതിനകത്ത് നല്ലോണം സത്തുണ്ട് കേട്ടോ. ഈ ഇഞ്ചിയുടെ സത്ത് മുഴുവനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിലെ സത്തെല്ലാം നമുക്കൊന്ന് പിഴിഞ്ഞ് മാറ്റി നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നല്ലോണം വെള്ളം പിഴിഞ്ഞ് കളയണം. ഇഞ്ചിയുടെ സത്ത് നമുക്ക് ഇതുപോലെ തന്നെ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞിട്ടാൽ മതി. ഞാനിപ്പോൾ ഇതിനകത്ത് കാണിച്ച് തരുന്നേ ഉള്ളൂ. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞിട്ട് ഈ ഒരു കട്ടിയായിട്ടുള്ള ഭാഗം, അതായത് നമ്മുടെ ആ ഒരു ഇഞ്ചിയുടെ കഷ്ണങ്ങളെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ ഇഞ്ചിയുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കൈവച്ച് പിഴിഞ്ഞെടുത്തതാണിത്. അപ്പോൾ ഇഞ്ചിയുടെ ചാറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ റെസിപ്പി മൺചട്ടിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇന്നലെ ഞാൻ വടുകപ്പുളിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് പോയി കാണണം. നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ അത്യാവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ ചെയ്യുമ്പോൾ ഇഞ്ചിപ്പുളിയൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് മൂപ്പിച്ചൊക്കെ എടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നിറയെ എണ്ണ ഒഴിച്ചിട്ടുള്ളത്. നല്ലോണം എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഈ ഒരു ചുവന്നുള്ളി ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ബാക്കിയുള്ള ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ചുവന്നുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഒരുപാട് കളറൊന്നും മാറണ്ട. ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ തേങ്ങയുടെ കൊത്ത് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് തേങ്ങാക്കൊത്ത് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തേങ്ങാക്കൊത്തിൻ്റെ പുറകിലുള്ള കറുപ്പ് ഭാഗമൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിർബന്ധമല്ല, ഞാൻ അതിൻ്റെ കറുത്ത ഭാഗമൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം നമുക്ക് ഈ ഒരു തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂത്ത് കളറൊന്ന് മാറി വരണം. ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയും പച്ചമുളകും തേങ്ങാക്കൊത്തൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയിൽ ഒട്ടും തന്നെ സത്തില്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു സമയത്ത് എണ്ണ കുറവുള്ളതുപോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. നമ്മുടെ ഈ ഒരു ഇഞ്ചി മൂത്ത് വന്നു കഴിഞ്ഞാൽ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരും. ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8-9 വറ്റൽമുളക് വരെ ചേർത്ത് കൊടുക്കാം. അത് രണ്ടായിട്ട് മുറിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണ്ട. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടിയാണ്, നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം.
പിന്നെ ഞാൻ 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഇതിൽ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കേണ്ട, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ നല്ലോണം മൂത്തൊരു മണം വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നല്ല കറുത്ത വാളംപുളിയിലാണ് നമ്മൾ ഈ ഇഞ്ചിക്കറി തയ്യാറാക്കി എടുക്കുന്നത്. നമ്മളെടുക്കുന്ന പുളിയുടെ കളറിനനുസരിച്ചിരിക്കും നമ്മുടെ ഇഞ്ചിപ്പുളിയുടെ കളറ്. ഇവിടെ നല്ല കറുത്ത പുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ പുളി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അളവിൽ 2 പ്രാവശ്യം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കട്ടിയിൽ വെള്ളത്തിൽ കലക്കിയെടുക്കണം. ആദ്യത്തെ ബാച്ചിൽ ഞാൻ ഈ ഒരു അളവിനാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇതേ അളവിൽ തന്നെ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല കട്ടിയിൽ തന്നെ നമ്മൾ പുളി ചേർത്ത് കൊടുക്കണം. നമ്മുടെ പുളി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല കട്ടിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. കാരണം ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ വറ്റിച്ചെടുക്കാനായിട്ട് ഒത്തിരി സമയം എടുക്കും. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിന് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അവസാനം നമ്മൾ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ ഇഞ്ചിപ്പുളിയിലുള്ള വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. നമ്മൾ ഇതിലേക്ക് കുറച്ച് ശർക്കരയൊക്കെ ചേർത്ത് നല്ലോണം വറ്റിച്ചെടുക്കണം. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് മുകളിൽ ചെറിയ ചെറിയ ബബിൾസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു അളവിനാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഇങ്ങനെ പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ അളവിന് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്തത് ക്വാണ്ടിറ്റി കുറവായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഇതേ അളവിൽ തന്നെ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ശർക്കരയും കൂടി ചേർന്ന് നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്ന പാകമാവുന്നത് വരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, നല്ലോണം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അതിൻ്റെ മുകളിൽ കുമിളകൾ പോലെ കാണാൻ തുടങ്ങി. അപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ നല്ല കട്ടിയിലാണ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ക്യാമറയിൽ ഇതിൻ്റെ കളർ ലൈറ്റായിട്ടാണ് കാണുന്നത്. നല്ല ബ്ലാക്ക് കളറിലാണ് എനിക്ക് ഒരു ഇഞ്ചിപ്പുളി കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. വിശേഷ അവസരങ്ങളിലാണ് നമ്മൾ ഇഞ്ചിക്കറി ഇഞ്ചിപ്പുളിയൊക്കെ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇതൊക്കെ 2-3 ദിവസം മുൻപ് തന്നെ നമുക്ക് തയ്യാറാക്കി എടുത്ത് വെക്കാവുന്നതാണ്. പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല. കാരണം വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം എന്നെ എഴുതി അറിയിക്കുകയും വേണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോരുത്. വീണ്ടും പുതിയ രുചികളുമായിട്ട് നമുക്ക് കാണാം.